Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പെയിന്റിംഗ് ആണ് ട്ടോ. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പെയിന്റിംഗ് ആണ് ട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എഗ്ഷെൽ ആണ് എടുത്തിട്ടുള്ളത്. ഇനി എഗ്ഷെൽ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ദാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. നന്നായിട്ട് ഫൈൻ ആവും വേണ്ട, എന്നാൽ തീരെ പൊടിയാണ്ടിരിക്കും വേണ്ട. ആ ഒരു രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി കേക്ക് ബോർഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. കേക്ക് ബോർഡ് ഇല്ലെങ്കിൽ കാർഡ്ബോർഡ് ഷീറ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ കേക്ക് ബോർഡിൽ അങ്ങനെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഉണക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാ കേക്ക് ബോർഡ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഇത്തിരി ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഗ്ലൂ എന്ന് പറഞ്ഞാൽ 2:1 റേഷ്യോയിൽ ഗ്ലൂവും വാട്ടറും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എഗ് ഷെൽ അതിലിട്ട് കൊടുക്കാം. ഇതുപോലെ കേക്ക് ബോർഡ് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പേപ്പറിനും ക്യാൻവാസിനും ഒക്കെ പകരമായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് ഇതിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ബ്ലാക്ക് കളർ വെച്ചിട്ട് ഞാനൊരു ഔട്ട്ലൈൻ വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് പിക്ചർ വരക്കണമെന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പിക്ചർ വരക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു പിക്ചറും വരക്കാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ കാർബൺ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഫസ്റ്റായിട്ട് ഞാനൊരു വീടിൻ്റെ ഒരു ഔട്ട്ലൈൻ വരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ പെയിൻറ്റിൽ ഒരു 1-2 ഡ്രോപ്പൊക്കെ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നുകൂടെ ഈസി ആയിരിക്കും കേട്ടോ. ഇതുപോലെയുള്ള മെറ്റീരിയലൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ബ്ലൂ കളർ വെച്ചിട്ട് അതിൻ്റെ സ്കൈ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബ്ലൂ കളറിൽ ഒരു ഇത്തിരി വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ആ വാട്ടറിൻ്റെ ഭാഗം കൂടെ ഞാൻ ആ ബ്ലൂ കളർ വെച്ചിട്ട് തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കളേഴ്സിൻ്റെ നെയിമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി ഗ്രീൻ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് പുല്ല് പോലെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ആദ്യം നമ്മൾ ഡാർക്ക് ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഗ്രാസൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഡാർക്ക് ഷെയ്ഡുകളാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം ഡാർക്ക് ഗ്രീനാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ഇത്തിരി ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് ബ്രഷ് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പതുക്കെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ബ്രൗൺ കളർ ഉപയോഗിച്ച് വഴി വരഞ്ഞു കൊടുക്കുന്നുണ്ട്.
ബ്രൗൺ കളർ കൂടെ ഒരിത്തിരി വൈറ്റും റെഡും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് വീടിന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ വീട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ഔട്ട്ലൈനൊക്കെ ഒന്നുകൂടെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി മരത്തിൻ്റെ കൊമ്പും ചില്ലകളും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ എഗ്ഷെൽ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പെയിൻറ്റിങ്ങുകൾ ക്യാൻവാസിലും സ്റ്റോണിലും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ സീനറി ബോട്ടിലായിട്ടും ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ഒരിത്തിരി റെഡ് കളർ എടുത്തിട്ട് ഫ്ലവേഴ്സ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ പതുക്കെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഗ്രീൻ ലീവ്സിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ. അതുപോലെ തന്നെ യെല്ലോ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. ഇനി ആ വഴി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ വെച്ചിട്ട് ഒരു ചെറിയ ലൈൻ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്റർ കൂടെ അങ്ങനെ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. നമ്മൾ ക്യാൻവാസിലും പേപ്പറിലും ഒന്നും പെയിൻറ്റ് ചെയ്ത് അതുപോലെയല്ല. നമ്മളിത് ശരിക്കും കാണുമ്പോൾ നമുക്കിത് എന്തിലാണ് പെയിൻറ്റ് ചെയ്തതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് വാളിൽ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ജൂട്ട് ത്രെഡ് ഒട്ടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ ഫാമിലി റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരണേ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ആഴ്ചയിൽ 3 ദിവസമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ടും എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റ് ആയിട്ട് വരാം. താങ്ക്